ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് എന്തിനാണ്, എന്താണ് അതിൻ്റെ ഒരു പർപ്പസ്, ഇതൊരു കർമ്മബന്ധമാണോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അവസാനിച്ചുവോ എന്നുള്ളൊരു ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 9 കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത്. ലെനോർമണ്ട് കാർഡുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 പൈല് ഞാൻ വെച്ചിട്ടുണ്ട്, 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ ഇതിൽ ഏതൊരു ചിത്രമാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ആ ചിത്രത്തിൻ്റെ കൂടെ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ പൈലിൻ്റെയും രണ്ടാമത്തെ പൈലിൻ്റെയും. അപ്പോൾ അതിലേതാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ അട്രാക്റ്റ് ആവുന്നത് ആ ഒരു പൈല് തിരഞ്ഞെടുക്കുക. ആ പൈലിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പൈല് തിരഞ്ഞെടുത്തവർക്ക് എന്തൊക്കെ കാർഡുകളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറയുമ്പോൾ പൈല് 1 എടുത്തിട്ടുള്ളത് സൂര്യൻ, മീൻ വരുന്നുണ്ട്, ഫിഷ്, ഡോഗ്, ഗാർഡൻ, സ്നേക്ക്, എലി വരുന്നുണ്ട്, ടവർ, അരിവാൾ വരുന്നുണ്ട്, വീട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ ആരെയാണോ ചിന്തിച്ച് ആദ്യത്തെ പൈല് തിരഞ്ഞെടുത്തവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് എന്താണ് ഒരു പർപ്പസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സണ്ണും ഫിഷും ഡോഗും ഗാർഡനുമാണ് പ്രധാനമായിട്ടുള്ള കാർഡുകൾ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ തികച്ചും പോസിറ്റീവും പ്രകാശപൂർണമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു, ഒരു സൺകാർഡ് പോലെയായിരുന്നു. പരസ്പരം വലിയ തോതിൽ സന്തോഷം നൽകാനും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ജീവിതത്തിലെ അഭിവൃദ്ധി ഈ ഫിഷിൻ്റെ ഒരു കാർഡ് കൊണ്ടുവരാനോ ആണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം ഒരു നല്ല സുഹൃത്തായിരിക്കുക, വിശ്വസ്തത എന്തെന്ന് പഠിപ്പിക്കുക, അതാണ് ആ ഡോഗിൻ്റെ കാർഡ് വരുന്നത്. കൂടാതെ സമൂഹത്തിന് മുന്നിലോ ഒരു വലിയ കൂട്ടായ്മയിലോ ഗാർഡൻ കാർഡ് സൂചിപ്പിക്കുന്നതാണ്. ഒരുമിച്ച് തിളങ്ങുക എന്നതായിരുന്നു ഈ ഒരു ബന്ധത്തിൻ്റെ ലക്ഷ്യം. ഒരു ഘട്ടത്തിൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വലിയ ഊർജവും ഭാഗ്യവും ഒക്കെ നൽകിയിട്ടുണ്ടാകാം. ഇതൊരു കർമ്മബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്നേക്ക്, മൈസ്, ടവറാണ് വന്നിട്ടുള്ളത്. ഇതൊരു ശക്തമായിട്ടുള്ള ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്, കർമ്മബന്ധമാണ് എന്ന് പറയാം. കാരണം തുടക്കത്തിൽ വളരെ മനോഹരമായി തോന്നിയ ഈ ബന്ധത്തിൽ പിന്നീട് വഞ്ചനയോ അല്ലെങ്കിൽ അസൂയയോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ, സ്നേക്ക്, അതിൻ്റെ ഒരു എനർജിയോ ഉണ്ടായിട്ടുണ്ടാകാം. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയുമ്പോൾ ഈ കർമ്മബന്ധത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു. ഈ എലിയുടെ കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധം സാവധാനം നിങ്ങളുടെ സമാധാനവും ഊർജവും ചോർത്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. പരസ്പരമുള്ള ഒരു അവിശ്വാസം കാരണം നിങ്ങൾ എന്താ പറയുക, മാനസികമായിട്ട് ഒറ്റപ്പെടലിലേക്കും അകൽച്ചയിലേക്കും, അതാണ് ഈ ടവർ കാർഡ് പറയുന്നത്, അതിലേക്ക് ക്രമേണ നയിക്കപ്പെട്ടൊരു അവസ്ഥ. എന്താ പറയുക, ഒരു ഉയർന്ന ഗോപുരം പോലെ നിങ്ങൾ 2 പേരും 2 ധ്രുവങ്ങളിൽ ആയി പോകാൻ ഈ കർമ്മഫലം കാരണമായി എന്നാണ് പറയുന്നത്. ഈ ബന്ധം തീർന്നു, ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അരിവാളും വീടുമാണ് വരുന്നത്. അരിവാൾ വരുന്നത് ഈ റീഡിങ്ങിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സൂചനയാണ്. കാരണം ഇത് പെട്ടെന്നുള്ള ഒരു മുറിഞ്ഞു പോകല് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വേർപിരിയലിനെയാണ് കാണിക്കുന്നത്. അതിനാൽ ഈ ഒരു ബന്ധം അതിൻ്റെ പഴയ രീതിയിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്താ പറയുക, ഇറ്റ് ഈസ് കട്ട് ഓഫ്, ആ ഒരു എനർജിയിലാണ്. പക്ഷേ ഈ അരിവാളും വീടും ഒന്നിച്ചു വരുമ്പോൾ ഈ വേർപിരിയൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെയോ സുരക്ഷിതത്വത്തിന്, അതിന് ഒരു ഹൗസിന് വേണ്ടിയിട്ട് അത് അനിവാര്യമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ആത്മാവിലേക്ക്, സോളിലേക്ക് മടങ്ങി വരാൻ ഈ വേർപിരിയൽ സഹായിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം, സണ്ണിൻ്റെ കാർഡ്. സാമ്പത്തികമായിട്ടുള്ളത് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു വളർച്ച, ഫിഷ്, ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. യഥാർത്ഥ വിശ്വസ്തതയും സാമൂഹികമായിട്ടുള്ള ഒരു അംഗീകാരവും ഡോഗും ഗാർഡനും എന്താണെന്ന് ഈ ഒരു ബന്ധം നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ടാകാം.
അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളാകാം, അസൂയയാകാം. ഒരു സ്നേഹിക്കിന്റെ കാർഡാണ്, നിങ്ങളെ മാനസികമായിട്ട് തളർത്തി എന്നാണ് പറയുന്നത്. വിഷാദം, ഉത്കണ്ഠ, ഈ പറഞ്ഞ പോലെ തന്നെ ഊർജം നഷ്ടപ്പെടൽ, അത് ഈ എലിയുടെ കാർഡ് കൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒടുവിൽ എന്താ പറയുക, വലിയൊരു ഈഗോ, അത് കാരണമുള്ളൊരു ഒറ്റപ്പെടൽ, ടവറും അരിവാളൊക്കെ വരുമ്പോൾ വേദനാജനകമായിട്ടുള്ള ഒരു വേർപിരിയലിൽ ഇത് കലാശിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് റെമഡീസ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ ഹൗസ്, സ്വയം സുരക്ഷിതത്വം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഇനി ആ വ്യക്തിക്ക് പിന്നാലെ പോകാതെ സ്വന്തം കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ കരിയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊരു ഇതാണ് വരുന്നത്. കാരണം നിങ്ങളുടെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു സോൺ എന്താണോ അതിനെ പുനർനിർമ്മിക്കുക. ഓക്കെ, അത് നഷ്ടപ്പെട്ടു, അത് വീണ്ടും ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഊർജം വീണ്ടെടുക്കുക, റീചാർജ് ചെയ്യുക. കാലത്ത് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുന്നത് ആ നെഗറ്റീവ് എനർജിയെ അകറ്റാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. കാലത്തെ സമയമാണ് പറയുന്നത്, നട്ടുച്ചയ്ക്കല്ല. പിന്നെ ഒരു പോസിറ്റീവ് എനർജി തിരിച്ചു പിടിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ കാര്യങ്ങൾ, ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഒന്നും മിണ്ടാതെ സ്വസ്ഥമായിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ ചുമ്മാ ഇരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആ അരിവാള് തന്ന ആ മുറിവുകളെ ഉണക്കാൻ പറയുന്നുണ്ട്. വേർപിരിയൽ തന്ന വേദനയെ ഒരു പാഠമായി കണ്ട് ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട് എന്താ പറയുക, അത് അവസാനിപ്പിക്കുക. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളെ ശക്തരാക്കാനാണ് എന്നുള്ളൊരു കാര്യത്തിനെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ ഒരു സണ്ണിൽ തുടങ്ങി ഒരു ഹൗസിൽ അവസാനിക്കുന്ന ഒരു ജീവിതയാത്രേനെയാണ് ഈ കാർഡുകൾ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡുകളുണ്ട്, നെഗറ്റീവ് കാർഡുകളുണ്ട്. പിന്നെ ഇതിൽ സൺ കാർഡ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ബന്ധത്തിൻ്റെ തുടക്കം വളരെ പ്രകാശപൂർണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു സ്വന്തം വ്യക്തിത്വത്തിൽ എത്തിച്ചിട്ടാണ് ഈ ഒരു ബന്ധം അവസാനിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധം തകർന്നുവെങ്കിലും ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ ഒരു സോൾ ഗ്രോത്ത്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഈ ബന്ധം നൽകിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടുള്ള ഒരു നഷ്ടമാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. പക്ഷേ നിങ്ങളൊരു ബിസിനസ് പങ്കാളികൾ, അങ്ങനെ അത്തരത്തിലായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് എങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത വേണമായിരുന്നു. അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിവിടെ ചതിക്കപ്പെട്ടിട്ടുള്ളത്. കർമ്മബന്ധം എന്ന് പറയുമ്പോൾ പാമ്പുകളും എലികളുമാണ് പറയുന്നത്. ഇതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു സാഹചര്യത്തിനെയാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പങ്കാളി നേരിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് ചുറ്റുമുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ സാഹചര്യം നിങ്ങളെ മാനസികമായിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ. നിങ്ങളറിയാതെ നിങ്ങളുടെ പുറകിൽ പലവിധ കളികളും ചതികളും ഒക്കെ നടന്നിട്ടുണ്ടാകാം. സാമ്പത്തികമാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും. ഓക്കെ, അതിനെ പറയുന്നു, അതൊരു കർമ്മബന്ധത്തിന്റെ ആഴത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റപ്പെടലും അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഈ കാർഡുകൾ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിനെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ഉയർത്തുകയും അതേസമയം ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കർമ്മബന്ധത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഒരു കാർമിക് സൈക്കിള്, അതിൻ്റെ ഒരു കഥയാണ് കാർഡുകൾ മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നപ്പോൾ തന്നെ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് പോലെയായിരിക്കാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുക. അവർ വളരെയധികം വിശ്വസ്തരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവിടെയാണ് ഈ സ്നേക്കും ഈ പറഞ്ഞ പോലെ തന്നെ മൈസും വരുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൽ സംശയങ്ങൾ, അസൂയ, ഇത്തരം കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാകാം. ഒരു സമാധാനം ബന്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒരു ഘട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നിട്ടും വലിയൊരു ഒറ്റപ്പെടൽ, ടവർ, ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. കാരണം ഈ ഒരു ബന്ധം ഒരിക്കലും ഇനി ആ പഴയ രൂപത്തിൽ തിരിച്ചു പോകില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊരു സഡൻ എൻഡിങ് ആയിരുന്നു. അത് നിങ്ങളുടെ ഒരു നന്മയ്ക്കായിരുന്നു. കാരണം ഒരു അവസാന കാർഡ് ഹൗസാണ്.
കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു മൂല്യം സ്വയം മനസ്സിലാക്കാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും ഈ ഒരു വേർപിരിയൽ കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവാനല്ല, മറിച്ച് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിച്ച് കടന്നു പോകാനാണ്. ആ ഒരു കർമ്മം പൂർത്തിയായി കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോവുക എന്നൊരു ഗൈഡൻസ് ആണ് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ഫസ്റ്റ് കാർഡ്. ആരൊക്കെയാണോ ഫസ്റ്റ് പൈല് ആദ്യത്തെ ചിത്രം സെലക്ട് ചെയ്തത് അവർക്കുള്ള റീഡിങ്. അപ്പൊ നിങ്ങൾ ആ ചിന്തിച്ച വ്യക്തിയായിട്ട് എത്രത്തോളം റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കിലുള്ളതാണ്. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ റെസണേറ്റ് ആവുന്നത് അവിടെയാണ് പോയി എടുക്കേണ്ടത്. ഒരു ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീഡിയോസ് കണ്ട സമയം കളയാതെ മുന്നോട്ട് പോവുക നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്. പിന്നെ എവിടെ പോയി എന്ത് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും പറയും. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നല്ല നമ്മുടെ ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വന്നാൽ മതി. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് പലതരം കാര്യങ്ങൾക്ക്, അതും വിശ്വാസമുള്ളവർ മാത്രം ഇട്ടിട്ടേ കാര്യമുള്ളൂ. വണ്ണം കുറയ്ക്കുക, വണ്ണം കൂട്ടാൻ, പ്രണയത്തിന് വേണ്ടിയിട്ട്, കോൺഫിഡൻസ്, കരിയർ, ജോബ്, അങ്ങനെ പലതരം കാര്യങ്ങൾക്ക്, PCOD പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതൊരു ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ധരിച്ചിട്ട് കാര്യമുള്ളൂ. ഈ പറഞ്ഞ റീഡിങ്ങിനാണെങ്കിലും ഇതിനാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ താഴെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായാലും കോൺടാക്ട് ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈല്, രണ്ടാമത്തെ പൈല് ഇപ്പം ആരൊക്കെയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കാം തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ വ്യക്തിയായിട്ട്, ആ വ്യക്തി എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് അതിൻ്റെ ഒരു പർപ്പസ്, അതിൻ്റെ ഒരു കർമ്മഫലം എന്താണ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം ആദ്യത്തെ പൈലിൽ നിന്നും വളരെ ഒരു ആഴമുള്ളതും വികാരഭരിതമായിട്ടുള്ള ഒരു കഥയായിരിക്കാം ഈ 9 കാർഡുകൾ പറയുന്നത്. കാരണം കരടി വരുന്നുണ്ട്, നങ്കൂരം, കീ, ഹൃദയം. ഓക്കെ, ഈ ഒരു ബന്ധത്തിൻ്റെ പ്രധാന പർപ്പസ് നിങ്ങളെ മാനസികമായിട്ട് കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു. ഒരു കരടിയെ പോലെയാക്കുക. ജീവിതത്തിലെ ഒരു സ്ഥിരതയോ സുരക്ഷിതത്വമോ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം നിങ്ങളിലേക്ക് ഈ വ്യക്തി കടന്നു വന്നിട്ടുണ്ടാകാം. ഓക്കെ, അതൊരു നങ്കൂരത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വാതിലുകൾ തുറക്കാനാണ് ഈ പറഞ്ഞ പോലെ താക്കോലും ഹൃദയവും വന്നിട്ടുള്ളത്. യഥാർത്ഥവും ആഴമേറിയതുമായിട്ടുള്ള ഒരു സ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയായിരിക്കാം നിങ്ങൾ ആ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയെ കണ്ടുമുട്ടിയത്. നിങ്ങളെ ജീവിതത്തിൽ ഒരിടത്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൗണ്ടിങ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ഈ വ്യക്തി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് ഈ ബന്ധം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സംരക്ഷകൻ്റെയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു വഴികാട്ടിയുടെയോ റോളാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു കർമ്മബന്ധമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം വേറെ രീതിയിലാണ്, അത് ഞാൻ പറയാം. ജെന്റിൽമാൻ വന്നിട്ടുണ്ട്, ഇതേപോലെ പർവ്വതങ്ങൾ വന്നിട്ടുണ്ട്, ചൂല് വന്നിട്ടുണ്ട്. കാരണം ഇതും കർമ്മബന്ധമാണെന്ന് പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ സ്വഭാവം ഒരു ഈഗോ ക്ലാഷസ് ആണ്, അഹംഭാവം മൂലമുള്ള തർക്കങ്ങൾ നിറഞ്ഞത്. കാരണം ജെന്റിൽമാൻ എന്ന് പറയുമ്പോൾ അത് പുരുഷനോ അല്ലെങ്കിൽ പുരുഷ തുല്യമായ ഈഗോയുള്ള ഒരു വ്യക്തിയോ ആകാം. ഓക്കെ, കാർഡിന് തൊട്ടടുത്ത് വരുന്നത് പർവ്വതമാണ്. അത് വരുന്നത് വഴി വലിയൊരു തടസ്സത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ പർവ്വതവും ചൂലും വരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ വലിയ ആശയവിനിമയപരമായിട്ടുള്ള തടസ്സങ്ങൾ, ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ ഇത് ആവർത്തിച്ചിട്ടുണ്ടാകുന്ന വഴക്കുകൾ, തർക്കങ്ങൾ, വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കുകൾ, ഇത്തരം കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. കാരണം പരസ്പരം ഒത്തുപോകാൻ കഴിയാത്ത വിധം ഈഗോ വലിയൊരു മല പോലെ നിങ്ങൾക്കിടയിൽ വളർന്നത് ഈ ഒരു കർമ്മചക്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു ബന്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ലെറ്ററും ചൈൽഡും ഹൃദയവും വരുന്നുണ്ട്. ഇവിടെയാണ് ഈ പറഞ്ഞ ഒരു പൈലിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ബന്ധം പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഹൃദയം, അതേപോലെ തന്നെ ഒരു ലെറ്റർ, അതേപോലെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു നിഷ്കളങ്കത കാര്യങ്ങൾ. കാരണം ചൈൽഡ് കാർഡ് കൂടുതലും ഒരു പുതിയ തുടക്കത്തിനെ, ഒരു ന്യൂ ബിഗിനിങ് ആണ്. ലെറ്റർ പുതിയൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ ഹൃദയത്തിൽ ഇപ്പോഴും സ്നേഹം ബാക്കിയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കുകയോ അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ഒരു അപ്പോളജി ലെറ്റർ പോലെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വഴി വീണ്ടും സംസാരിക്കാനും
ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി തന്നെ ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് ഈ രണ്ടാമത്തെ പൈല് തിരഞ്ഞെടുത്തവർക്ക്. ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം, സാമ്പത്തികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ളൊരു സുരക്ഷിതത്വം അതെല്ലാം നൽകി. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാന തീരുമാനങ്ങളുടെയും വിജയത്തിൻ്റെയും താക്കോല് ഒരുപക്ഷെ ഈ ഒരു ബന്ധം ആയിരുന്നിരിക്കാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ ചില മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, സ്നേഹം, അത്തരം കാര്യങ്ങൾ ആ ഒരു ഹൃദയം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ അമിതമായിട്ടുള്ള നിയന്ത്രണ സ്വഭാവം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കൽ, ഓക്കെ, അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത വലിപ്പത്തിലുള്ള എന്താ പറയുക തടസ്സങ്ങൾ, ഈഗോ, അതാണ് ഈ പർവ്വതം പോലെ നിൽക്കുന്നത്. ഒരേ കാര്യത്തെ ചൊല്ലി ആവർത്തിച്ചുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങളും വഴക്കുകളും വാക്കുകളും, അതാണ് ഈ ചൂല് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈഗോ മാറ്റിവെച്ച് സംസാരിക്കുക. ഓക്കെ, ബന്ധം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയ ഒരു ദേഷ്യം മനസ്സിൽ വെക്കാതെ നിഷ്കളങ്കമായിട്ടൊരു സന്ദേശം അയക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുക എന്നൊരു റെമഡീസ് ആയിട്ട് പറയുന്നുണ്ട്. ക്ഷമ പരിശീലിക്കുക, കാരണം ദേഷ്യം വരുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക, ആവർത്തിച്ചിട്ടുള്ള വഴക്കുകൾ ഒഴിവാക്കാൻ തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നാണ് പറയുന്നത്. തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട്, കാരണം നിബന്ധനകളില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തിൽ കൂടെ മാത്രമാണ് ഈ മല പോലെയുള്ള തടസ്സത്തിനെ മാറ്റാൻ കഴിയുള്ളൂ. കാരണം പരസ്പരം മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അംഗീകരിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഈ പൈല് തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അടിത്തറയും സംരക്ഷണവും നൽകിയ, അതേസമയം വലിയ അസ്വസ്ഥതകളും തർക്കങ്ങളും സമ്മാനിച്ച എന്താ പറയുക ഒരു തീവ്രമായ ഒരു പ്രണയത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ഒരു കഥയാണ് കാർഡുകൾ പറയുന്നത്. തുടക്കത്തിൽ ഈ വ്യക്തി ജീവിതത്തിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വം തോന്നി. നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ താക്കോല് ഇവരാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് പതിയെ ഈ മൗണ്ടനും ചൂലൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഈഗോയും വഴക്കുകളും നിങ്ങളെ ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതിലൊരു ശുഭപ്രതീക്ഷ ആദ്യത്തെ പൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കഥ അവസാനിക്കുന്നില്ല എന്ന് പറയാം. കാരണം ഒരു പുതിയ സന്ദേശത്തിലൂടെയോ സംഭാഷണത്തിലൂടെയോ ഈ ഒരു ബന്ധത്തിലെ ഒരു പുതിയ തുടക്കം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരാനുള്ളൊരു സാധ്യമാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ഹൃദയത്തിലെ ആ കാടിൻ്റെ സ്നേഹം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു പൈല് ഇപ്പൊ നമ്മളെ പൂർണ്ണമായിട്ടുള്ളൊരു വേർപിരിയലിനെയാണ് കാണിച്ചിട്ടുള്ളത്. പൈല് ഒരു റീകണക്ഷൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് സാധ്യതയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഈ ബിർച്ച് റോഡ്, ചാട്ടവാറും ഈ ബീറും കരടിയും വരുമ്പോൾ ഇതിൻ്റെ ഒരു ഊർജം തുടങ്ങുന്നത് ഇതിലാണ്. കാരണം ഈ ഒരു ബന്ധത്തിലെ പ്രധാന പ്രശ്നം ആരാണ് കൂടുതൽ ശക്തൻ അല്ലെങ്കിൽ ശക്ത, അല്ലെങ്കിൽ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, ഞാനോ അവളോ, അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ അവനോ അവളോ, ആ ഒരു രീതിയിലായിരിക്കാം. ആ തർക്കങ്ങളാണ് ഒരു സ്ട്രഗിൾ വരുന്നത്. പങ്കാളിയുടെ അമിതമായിട്ടുള്ള ഒരു നിയന്ത്രണ സ്വഭാവം കാരണം ഓപ്പോസിറ്റുള്ള ആൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അത് വഴക്കിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ, കാര്യങ്ങളാണ് പറയുന്നത്. ആങ്കർ കാർഡ് സ്ഥിരതയെ കാണിക്കുന്നുണ്ട് നങ്കൂരം, പക്ഷേ പർവ്വതം തടസ്സങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടായതല്ല, അവ എന്താ പറയുക വളരെ കാലമായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒന്നാണ് എന്ന് പറയില്ലേ, ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു മാറ്റത്തിന് തയ്യാറാവാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാത്തത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇതിലൊരു ലെറ്റർ കാർഡും ചൈൽഡും എല്ലാം വരുന്നത്. ഈ ലെനോർമൺ കാർഡ് പറയുമ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന, ചിലപ്പോൾ ഒരു വിത്തിൻ എ ഫ്യൂ വീക്സ് എന്നൊക്കെ പറയില്ലേ, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 11 ദിവസം, ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജോ കോളോ വരാനുള്ള ഒരു സാധ്യതയെ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഇത്രയധികം സ്നേഹം ഉണ്ടായിട്ടും ഹൃദയം ഇതിൽ വന്നിട്ടുണ്ട്, എന്നിട്ടും നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തികൾക്കിടയിൽ ഇത്രയധികം ഒരു വലിയൊരു പർവ്വതം വന്ന് വീണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ തമ്മിലുള്ളത് ഒരു
സാധാരണ പ്രണയമല്ല, ഒരു മിറർ റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഈഗോയും ദേഷ്യവും പുറത്തെടുത്ത് നിങ്ങളെ തന്നെ കാണിച്ചു തരാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള റെമഡീസ് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എഴുതി തീർക്കുക എന്ന് പറയില്ലേ, ഇതിൽ ലെറ്റർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ പങ്കാളിയോട് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദേഷ്യവും സങ്കടവും ഒരു പേപ്പറിൽ എഴുതുക. അത് അവർക്ക് അയക്കാനല്ല, ആ പേപ്പർ കത്തിച്ച് കളയേ, ഭൂമിയിൽ കുഴിച്ചിടുന്നതിനൊക്കെ പേപ്പർ കത്തിച്ച് കളയുന്നതാണ്. കാരണം ആ നിങ്ങളുടെ ഉള്ളിലെ എന്താ പറയുക, ചാട്ടവാറിൻ്റെ ആ ചൂലിൻ്റെ ആ ഒരു എനർജി കാര്യങ്ങൾ, അടിപിടി വഴക്കിൻ്റെ അത്തരം ഒരു എനർജി ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടിയും ഹൃദയവും വരുമ്പോൾ ഈ ബന്ധത്തിലെ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇന്നർ ചൈൽഡ്. കാരണം പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, മെഡിറ്റേഷനിലൂടെ ശാന്തത തിരിച്ചു പിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് ഇപ്പം ഏറെക്കുറെ നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ്. എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് പർപ്പസ്, കർമ്മം എന്താണോ, ഇനി കാണുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി ചെയ്യാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആയി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനെ.